ഗബ്രിയുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ റീച്ച് വളരെയധികം കുറഞ്ഞു വരികയാണ്. താരതമ്യേന കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജാസ്മിനെ അപേക്ഷിച്ച് അവസാനം പങ്കുവെച്ച വീഡിയോക്ക് 9.5K വ്യൂസ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ അതിന് മുമ്പ് പങ്കുവെച്ച വീഡിയോക്ക് 21K വ്യൂസ് ആണ്. ഇത് റീച്ച് കുറവ് എന്നല്ല, ജാസ്മിനെ അപേക്ഷിച്ച് കുറവാണ്. അല്ലെങ്കിൽ ഗബ്രികൾ ഒന്നിച്ച് ഇടുന്ന വീഡിയോസിനെ അപേക്ഷിച്ച് ഈ വ്യൂസ് എല്ലാം കുറവ് തന്നെയാണ്. എന്തായാലും ഗബ്രിക്ക് ഇപ്പോൾ 90.9K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 90,900 സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പോൾ ഗബ്രിക്ക് ഉള്ളത്. എന്തായാലും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടിയിട്ടുണ്ട്. ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചുള്ള വീഡിയോസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ റീച്ച് കൂടുന്നുണ്ട്. അതുപോലെ ഗബ്രി ഇട്ട ലോങ് വീഡിയോസിനൊക്കെ നല്ല റീച്ച് ഉണ്ട്. വെറും 18 വീഡിയോസ് മാത്രമാണ് ഗബ്രി തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ചിട്ടുള്ളത്. എന്തായാലും പങ്കുവെച്ച വീഡിയോസിനൊക്കെ നല്ല റീച്ച് ഉണ്ട്. പക്ഷേ ജാസ്മിനോട് ഒത്തുള്ള വീഡിയോസിനാണ് വളരെയധികം റീച്ച് കൂടുന്നത്. പിന്നെ ഗബ്രി പഴയ പോലെ തന്റെ യൂട്യൂബ് ചാനലിൽ ആക്റ്റീവ് അല്ല എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും വലിയ കാര്യം, ഗബ്രി ബിഗ് ബോസിൽ നിന്നും ഇറങ്ങി ഇപ്പോൾ അടുത്തായിട്ടാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ഗബ്രിക്ക് 90,000 സബ്സ്ക്രൈബേഴ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ജാസ്മിനെ പോലെ പെട്ടെന്ന് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ റീച്ച് ആയി പോകും എന്നുള്ളത് ഉറപ്പാണ്.